ക്ഷമിക്കച്ച. മരിക്കും, പക്ഷേ അച്ഛൻ മരിക്കാതെ മോതിരം എടുക്കാൻ പറ്റ മുടിயாது. உங்க அப்பா செத்தா என்ன சாவலனா எனக்கு என்னடா? என் பிரச்சனை கிடையாது. அதெல்லாம் அட்வான்ஸ் அனுப்பும்போது இதெல்லாம் என்கிட்ட சொல்லவே இல்லையே. ஆமா அண்ணாச்சி, ஒரு 2 days டைம் கூட தா. அച്ഛൻ மரிக்கும். சரி, எடுத்துக்கோ. ஆனா அட்வான்ஸ் வாங்கின அண்டையில இருந்து மோதிரம் என் கைக்கு வர்ற வரைக்கும் வட்டி ஏறிக்கிட்டே போகும். புரிஞ்சுதா? പലിശയുടെ കാര്യമൊന്നും നേരത്തെ പറഞ്ഞില്ലേ? நீ தான் என்கிட்ட சொல்லவே இல்லையே உங்க அப்பா சாகணும்னு. சரி, போன கட் பண்ணு. മരിച്ചില്ലെങ്കിൽ പലിശ കൊടുത്ത് മുടി. നിന്റെയൊക്കെ ഇരിപ്പുണ്ടാകത്ത് തോന്നും ഞാനാണ് കാലിടുന്നത്. ചെറിയച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അറിയിച്ച? മക്കളെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചേട്ടൻ മരിക്കേണ്ടത് എൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ചേലക്കരയിലൊരു അപ്പൂപ്പനുണ്ട്. ഇവിടെ ഒരു അച്ഛനെ കൊണ്ട് തന്നെ മടുത്തിരിക്കുകയാണ്. അപ്പാണ് ഇനി ഒരു അപ്പൂപ്പൻ. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ വെറും അപ്പൂപ്പനല്ല, ചാത്തൻ. ചാത്തനും കോത്തനും പോത്തനും എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ചെറിയച്ഛൻ പറ. മൂപ്പർക്കൊരു മുട്ടനാടിനെ കൊടുത്താൽ മതി. അപ്പോൾ ആ മുട്ടനാടിന്റെ കാശ് കൂടി പോയി കിട്ടി. മുട്ടനാടില്ലെങ്കിൽ വേണ്ട, ഒരു ബ്രോയിലർ ചിക്കനെങ്കിലും താടാ മക്കളെ. ചെയ്ത് കാണിക്കണം. ചെറിയച്ഛ നടക്കൂ. മൂപ്പ് കൂടുതലാ. മൂവാണ്ടനല്ലേ? ഇതിന് മാത്രം പാപം എന്താ ഭാസ്കരേട്ടൻ ചെയ്തത്? ജീവൻ നൽകിയ ദൈവം തന്നെ അത് തിരിച്ചെടുക്കണ്ടേ? ചേച്ചി, നാളെ അമ്പലത്തിൽ പോകുമ്പോ ധാരയും പിൻവിളക്കും ചെയ്യാം. ആയിക്കോട്ടെ, പൈസ തരാം. കൂടോത്രത്തിലൊക്കെ ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? ഇത് കൂടോത്രമൊന്നല്ല, ദൈവത്തോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതെങ്ങനെ കൂടോത്രാവും നിഷേ? ചേച്ചി, അപ്പൂപ്പ മരിക്കുമ്പോ ആ മുഖത്ത് വെക്കുന്ന സാധനം എനിക്ക് കളിക്കാൻ തരുമോ? ഇറങ്ങിപ്പോടാ അവിടുന്ന്.